കർക്കിടകത്തിൻ്റെ തിരിമുറിയാ മഴയിൽ സമൃദ്ധമായ നിളാനദി. ഒരു നാഴിക വീതിയും കാട് മുതൽ കടൽ വരെ നീളവുമുള്ള പുഴയ്ക്ക് നടുവിൽ നിത്യവിസ്മയമായി ചമ്രവട്ടം ക്ഷേത്രം. പടിഞ്ഞാട്ട് ദർശനമായിരിക്കുന്ന ശാസ്താവ് സ്വയംഭൂവാണ്. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം. ഇവിടെയാണ് പുഴ മുതൽ പുഴ വരെ എത്തുന്ന ജീവിതചക്രത്തിൻ്റെ പറഞ്ഞാലും തീരാത്ത കഥകൾ മലയാളിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കഥാകാരൻ സി രാധാകൃഷ്ണൻ്റെ ജന്മദേശം. ഇവിടെയുള്ള ഈ ക്ഷേത്രവും ഇതിന് ചുറ്റുപാടും കഴിയുന്ന ആളുകളും ജാതി എന്തായാലും മതം എന്തായാലും പരസ്പരം സ്നേഹിക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന, ഒരാൾ മറ്റൊരാളെ തുണയ്ക്കുന്ന ഒരു സമൂഹമായിരുന്നു എന്നത് വളരെ വലിയ ഒരു കാര്യമായിരുന്നു. ഇവിടെ ആർക്കും ആരെയും അറിയാത്തതായി ഉണ്ടായിരുന്നില്ല, ആരും ആരെയും സഹായിക്കാൻ തയ്യാറാവാതെയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സ്വയം പരിപൂർണമായ ഒരു ഗ്രാമം, സ്നേഹത്തിൻ്റെ അർത്ഥത്തിൽ സ്വയം സമ്പന്നമായ പരിപൂർണമായ ഒരു ഗ്രാമമായിരുന്നു. പിന്നെ മുഖ്യമായ തൊഴിൽ കാർഷിക വൃത്തിയായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പാവനത്വം എന്ന് ഞാൻ പറയാറുള്ള മനോഭാവവും പൊതുവെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അന്നും ഇവിടെ ഭിന്ന മതങ്ങളിലെ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ കൂടി ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. തങ്ങൾ ഭിന്ന മതക്കാരാണ് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് അറിവായി കിട്ടിയിട്ടില്ല. ഒരാൾ പള്ളിയിൽ പോകുന്നു, ഒരാൾ അമ്പലത്തിൽ പോകുന്നു, ഒരാൾ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു, വേറൊരാൾ വേറൊരു ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ പ്രാഥമികമായി അടിസ്ഥാനപരമായി നമ്മളൊക്കെ ഒന്നാണ്, ഒരേ ആളുകളാണ് എന്നൊരു ബോധം ഇവിടെ എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമായൊരു സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു കാഴ്ചപ്പാടാണ് എനിക്ക് കുട്ടിക്കാലത്ത് എൻ്റെ ജീവിതത്തിന് ആലംബമായി പകർന്നു കിട്ടിയ കാഴ്ചപ്പാട്. പിന്നെ ഈ കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുന്ന ഗുരുനാഥന്മാരുടെ ഒരു നീണ്ട നിരയാണ് അനുഗ്രഹമായിട്ട് എൻ്റെ പിന്നാലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ എന്ന അക്ഷരത്തിന് എത്ര വളവുണ്ട് എന്ന് ചോദിക്കുകയും കൃത്യമായി എത്ര വളവുണ്ട് എന്ന് എഴുതി നോക്കി എണ്ണി കണക്കാക്കി പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുവരുന്ന ഭക്ഷണപാത്രത്തിൽ നിന്ന് ഒരു ചെറിയ ഉപ്പേരിത്തുണ്ട് സമ്മാനമായി തരികയും ചെയ്തു വന്നിരുന്ന ഒരു ടീച്ചർ തൊട്ട് ഇങ്ങോട്ട് കാലിന് സ്വാധീനമില്ലാത്ത അവരെ 3 നാഴിക അപ്പുറത്ത് നിന്ന് ഞൊണ്ടിയാണ് സ്കൂളിലേക്ക് വന്നിരുന്നത്. ഉച്ചയാകുമ്പോഴേക്ക് ഞങ്ങൾക്കൊക്കെ സമ്മാനം തന്ന് അവരുടെ ഉച്ചഭക്ഷണം മിക്കവാറും തീർന്നു പോവുകയും പതിവായിരുന്നു. എന്നിട്ട് അവർ തുന്നിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു വ്യാജേന ഊണ് കഴിക്കാനുള്ള സമയം മുഴുക്കെ കസേരയിലിരുന്ന് കഴിച്ചു കൂട്ടുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഇവർ തൊട്ട് ഇങ്ങോട്ട് അന്നൊക്കെ അവർക്ക് ശമ്പളമോ കാര്യമായ പ്രതിഫലമോ ഒന്നും ഉണ്ടായിരുന്നില്ല, അധ്യാപകർക്കായാലും ശരി ആർക്കായാലും ശരി. അപ്പോൾ അവർ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളോടുള്ള, കുട്ടികളോടുള്ള, നാടിനോടുള്ള എന്തോ ഒരു പ്രത്യേക ആദർശത്തോടുള്ള ഒരു തരത്തിലുള്ള സ്നേഹത്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായി മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട ഒരു വികാരം എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത ഒരവസ്ഥ വന്നത് അങ്ങനെയാണ്. പിന്നെ ഈ പുഴയും ഈ നാടും, ഈ പുഴ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ സർവപ്രധാനിയായ ഗുരുനാഥത്വമുള്ള ഒരു പ്രവാഹമാണ്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുക്കെ ഈ പുഴയിൽ നിന്നാണ്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുക്കെ ഈ പുഴയിൽ നിന്നാണ്. ഞങ്ങൾക്കുള്ള അന്നവും വെള്ളവും ഒക്കെ തരുന്നതും ഈ പുഴയാണ്. ഈ പുഴ ചിലപ്പോൾ രൗദ്രഭാവം കൊണ്ട് കരയിലേക്ക് കയറി വരാറുണ്ടെങ്കിലും അത് തിരിച്ചു പോകുമ്പോൾ ഇവിടെ വിട്ടേച്ച് പോയത് ബലസമൃദ്ധമായ ചളി എന്ന മണ്ണാണ്. അതിലൊരുപാട് വിളവുണ്ടാകുമായിരുന്നു. അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ പോലും ഉപകാരം ചെയ്തിട്ട് പോകുന്ന ഒരു മഹാസാന്നിധ്യമായിട്ടാണ് ഈ പുഴ നിലവിലുള്ളത്. അതുപോലെ ഇവിടെയുള്ള ശാസ്താവ് എല്ലാ കാര്യങ്ങളിലും മനുഷ്യനെ തുണയ്ക്കുന്ന ഒരു ദൈവമായിട്ടാണ് നിലനിന്ന് പോരുന്നത്. അത് മഴ പെയ്യിക്കാനും പെയ്യിക്കാതിരിക്കാനുമുള്ള ശക്തി മുതൽ കൃഷി വിളയിക്കാനും വിളയിക്കാതിരിക്കാനുമുള്ള ശക്തി വരെ, മനുഷ്യൻ്റെ രോഗം മാറ്റാനുള്ള ശക്തി തൊട്ട് കുട്ടികൾക്ക് ജന്മം നൽകാനുള്ള ശക്തി വരെ മനുഷ്യന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാന്നിധ്യമായിട്ടാണ് ഇവിടുത്തുകാരെ അറിയുക. എനിക്ക് തോന്നുന്നത് ഏതോ ചരിത്രകാതീത കാലത്ത് അല്ലെങ്കിൽ മുൻപുള്ള കാലത്ത് ഇവിടെ ഏതോ തരത്തിലുള്ള ഒരു വിദ്യാലയം ഉണ്ടായിരുന്നുവെന്നും ആ വിദ്യാലയത്തിലെ പ്രഥമ ഗുരുനാഥൻ എന്ന് പറയുന്ന മഹാമഹർഷി ഒരു കാലാവസ്ഥ നിരീക്ഷകൻ കൂടിയായിരുന്നുവെന്നും
അദ്ദേഹം മഴ പെയ്യുമോ പെയ്യില്ലയോ എന്നൊക്കെ പറയുമായിരുന്നു എന്നുമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ പേരിൽ ഇന്നും ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമായിട്ട് വഴിപാട് കഴിച്ചിട്ട് പോണത്. അത് ഇവിടെ മാത്രമല്ല, അങ്ങ് പാലക്കാട് തൊട്ട് ഇങ്ങ് വരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള ആവശ്യങ്ങൾക്കായിട്ട് വഴിപാടുകളായിട്ട് നാളികേരം നിവേദിക്കാനായി പുഴയിലേക്ക് എടുത്തെറിയുക എന്നൊരു സംഭവം എപ്പോഴും പതിവുണ്ട്. ഇന്ന് രാവിലെ നടക്കാൻ പോകുമ്പോഴും ഞാൻ ഈ പാലത്തിൻ്റെ ചുവട്ടിലൂടെ ഇത്തരം നാളികേരങ്ങൾ ഒഴുകി പോകുന്നത് കാണുകയുണ്ടായി. ആയിരത്തി 1939 ഞാൻ ജനിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയ കാലമായിരുന്നു. ഏതാണ്ട് 4 വയസ്സ് മുതൽക്കുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ യുദ്ധാവസാനം തൊട്ടുള്ള കാര്യങ്ങൾ. വളരെ വലിയ വറുതിയായിരുന്നു ആ കാലത്ത് നാട്ടിൽ എല്ലായിടത്തും. അരിയില്ല, തുണിയില്ല, മണ്ണെണ്ണയില്ല എന്ന് തുടങ്ങി ഒന്നുമില്ലാത്ത അവസ്ഥ. കത്തിക്കാൻ വിറക് വരെ ഇല്ലാത്ത, ആണ്ടുതോറും വെള്ളപ്പൊക്കം വരുന്ന, വിഷൂചിക വരുന്ന ഒരവസ്ഥ. ഈ ദുരിതാവസ്ഥയിലാണ് എൻ്റെ കുട്ടിക്കാലം കഴിച്ചു കൂട്ടിയത്. വീട്ടിലെ കഷ്ടിമുഷ്ടി അഷ്ടിക്ക് വകയുണ്ടായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും നാട്ടിൽ പൊതുവായി നിലനിന്ന ഒരു ദുഃഖം. എന്തിന് ഈശ്വരൻ ഇങ്ങനെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നു എന്ന ഒരു ചിന്ത പൊതുവായി നാട്ടിലുണ്ടായിരുന്നത് എന്നെയും ബാധിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ ആ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പുറത്തു പോയിരുന്നത് കൊണ്ട് വീട്ടിൽ അനാഥത്വവും കൂടുതലായി അരക്ഷിതത്വവും ഉണ്ടായിരുന്നതിന് പരിഹാരമായത് മുത്തച്ഛൻ്റെ സമീപമായിരുന്നു. ഒരു പണ്ഡിതനായിരുന്ന അദ്ദേഹം ദുഃഖത്തിന് പരിഹാരം എന്ന നിലയ്ക്ക് ഉപദേശിച്ചു തന്ന സാന്ത്വനം ഉപനിഷത്തിൻ്റെ തത്വശാസ്ത്രമായിരുന്നു. പിന്നീട് ഞാൻ കുറച്ചുകൂടി മുതിർന്നിട്ട് എലിമെൻ്ററി സ്കൂളിലും പിന്നെ ഹൈസ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഈ തത്വശാസ്ത്രമാണ് ഇവിടെ ആളുകളെ പൊതുവിൽ നയിക്കുന്നത് എന്ന ഒരു കണ്ടെത്തൽ എനിക്ക് ഉണ്ടായി കിട്ടി. പുഴ നിറഞ്ഞൊഴുകി അകത്ത് തൃപ്പടി മുങ്ങിയാൽ ചമറവട്ടത്തപ്പന് ആറാട്ട്. പുതുക്കിപ്പണിഞ്ഞ ചുറ്റമ്പലം. മുമ്പ് ഇവിടെ പൂഴിയായിരുന്നു. ഈ പൂഴിയിലാണ് എഴുത്തുകാരൻ്റെ ഹരിശ്രീ. മുൻപൊക്കെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നത് കുട്ടിയെ കൊണ്ടുപോയിട്ടായിരുന്നില്ല. അച്ഛനും അമ്മാവേ ആരെങ്കിലും പോയി പേര് പറഞ്ഞ് സ്കൂളിൽ ചേർക്കും. പിന്നെ സ്കൂൾ തുറക്കുന്ന ദിവസം ആരെങ്കിലും ഒരു മുതിർന്ന ആളുടെ കൂടെ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നെ ഇതുപോലെ കൊണ്ടുപോയി ചേർത്തു. പിന്നെ സ്കൂൾ തുറക്കുന്ന ദിവസം എന്നെ വല്യമ്മയുടെ ഒരു മകനുണ്ട്, എന്നേക്കാൾ 4 വയസ്സ് മൂത്ത ഒരാൾ. അയാൾ ആ സ്കൂളിൽ 4 വർഷം പോയി പഴകിയ ആളാണെന്നാണ് വെച്ചിരുന്നത്. അയാളുടെ കൂടെ പറഞ്ഞയച്ചു. ഞാൻ എൻ്റെ സഞ്ചിയും പുതിയ പുസ്തകവും സ്ലേറ്റും ഒക്കെ തൂക്കി വളരെ സന്തോഷവാനായി ഇദ്ദേഹത്തിൻ്റെ കൂടെ പോരും. ഇദ്ദേഹം പോകുന്നത് സ്കൂളിലേക്കല്ല, അദ്ദേഹം സ്കൂളിൽ പോകാറില്ല. അദ്ദേഹം വഴി നടന്ന് കാരപ്പന്ത് കളിക്കും. എന്നെ കൊണ്ടുവന്ന് ഈ അമ്പലത്തിൻ്റെ പിന്നാമ്പുറത്ത് ആ മണലിരുത്തിയിട്ട് പറഞ്ഞു, ഇതാണ് സ്കൂളിൽ കൂടെ ഇരുന്നോളാൻ പറഞ്ഞു. എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹം കളിക്കാനും പോയി. കുറേ കഴിഞ്ഞ് അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാൻ ഊണ് കഴിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എണ്ണിച്ച് നോക്കുമ്പോൾ, വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അമ്മാവ വന്നിരിപ്പുണ്ട് ഭക്ഷണം കഴിക്കാൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പഴയ വെസ്റ്റേൺ വാച്ച് ഉണ്ട്. അതിൽ നോക്കുമ്പോൾ സമയം സ്കൂൾ വിടാറായിട്ടില്ല. അപ്പോൾ എന്നെ വിളിച്ച് ക്രോസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് എൻ്റെ സ്കൂൾ പോക്ക് അങ്ങേരുടെ കൂടെയായി. ഇദ്ദേഹത്തിന് ഞാൻ ശിക്ഷയും കിട്ടി. പക്ഷേ ഇവിടെയാണ് എഴുത്തുണ്ടായത് എന്നുള്ളതാണ്. പിന്നാമ്പുറത്ത് അമ്പലത്തിൻ്റെ മുന്നിലല്ല. കാരണം അവിടെ അന്നൊക്കെ കാടായിരുന്നു 4 ഭാഗത്തും. അപ്പോൾ അതുകൊണ്ട് ആ മൂലയിലിരുന്നാൽ എന്നെ പുറത്തുനിന്ന് ആരും കാണില്ല. അപ്പോൾ അദ്ദേഹം അവിടെ സേഫായിട്ട് ഇരുത്തിയിട്ട് പോയതാണ്. കുറേ പൂഴിമണലുണ്ടായിരുന്നു, ഇപ്പോൾ ഒക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. പൂഴിമണൽ വാരി പൂത്താങ്കിരി കളിച്ച് അവിടെ ഇരുന്ന് കളിച്ച് ഉച്ച വരെ തനിച്ച് ആരും ഇല്ലാതെ ഇരുന്ന് കളിക്കുകയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഹരിശ്രീ. അക്ഷരം കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലെ സങ്കല്പത്തിലെ ഭാവങ്ങൾ കൊണ്ട് പുതിയ ലോകങ്ങൾ ഉണ്ടാക്കി ഈ ലോകത്തിൻ്റെ തന്നെ വേരുകൾ അതിൽ കൂട്ടിക്കലർത്തിയിട്ട് അതിൽ ഫലങ്ങളും പുഷ്പങ്ങളും ഉണ്ടാകുന്നത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രത്യേകമായ ആവേശം കുട്ടിക്കാലം തൊട്ട് മനസ്സിന് ഈ ഗുരുനാഥന്മാരും പാരമ്പര്യവും കൂടി പകർന്നു തന്നിട്ടുണ്ട് എന്നർത്ഥം.